ഏർപ്പാടാണല്ലോ ശ്രീ ഡോക്ടർ ബി ജയരാജ് ഈ അന്വേഷണം എന്ന് പറയുന്നത്. പക്ഷേ ആ അന്വേഷണത്തിൽ ആർക്കും വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് പോലും അങ്ങനെ ഒരു അന്വേഷണം എന്തിനാണ് നടത്തുന്നത്, ഈ എം.ആർ. അജിത് കുമാറിനെ ആ പദവിയിൽ വെച്ചുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അപ്പോൾ പറയും ഒരു റിപ്പോർട്ട് വേണ്ടേ, എന്നാലല്ലേ നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഈ ADGP പദവിയിൽ ഒരു വ്യത്യാസവുമില്ല, ഈ എം.ആർ. അജിത് കുമാറിന്റെ പവറിൽ ഒരു വ്യത്യാസവുമില്ല. ദൈനംദിന കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു പോരുന്നു, ഉദ്യോഗസ്ഥ തലത്തിൽ, പോലീസ് തലത്തിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ എം.ആർ. അജിത് കുമാറിന്റെ സ്വാധീനം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? അപ്പോൾ ഇത്തരം അന്വേഷണം നടക്കുമ്പോഴും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതറിയാൻ വയ്യാത്തവരല്ലല്ലോ CPM എന്ന വലിയ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും. മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വിഷയം ഉന്നയിച്ചിട്ട് അൻവർ ഉന്നയിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ളത് സുജിത് ബാബു IPS ആയിരുന്നു. സുജിത് ബാബു IPSന് എക്കോ കേൾക്കുന്ന കേട്ടോ. ശരിയേക്കാം, സുജിത് ദാസ് ഒന്ന് ക്ലിയർ ചെയ്യണം, സംസാരിക്കുന്നത് വീണ്ടും തിരിച്ചു കേൾക്കാം. ശരി, സുജിത് ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. ADGPക്കെതിരെ അതിനു മുമ്പ് തന്നെ ഏറ്റവും ആദ്യം സുജിത് ദാസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ക്ലിയർ ആവുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ, ഈ ഒരു വിസിൽ ബ്ലോയിങ് ഉണ്ടായപ്പോൾ തന്നെ ആദ്യം മുഖ്യമന്ത്രി ചെയ്തത് IPS ഉദ്യോഗസ്ഥർ, സംസ്ഥാനത്തെ സീനിയർ IPS ഉദ്യോഗസ്ഥരുടെ അടിയന്തരമായി ഒരു യോഗം വിളിച്ചു കൂട്ടുകയാണ് ചെയ്തത്. അതിനുശേഷം അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വി കനോട്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. ഒരാളൊരു ആരോപണം, അതായത് അയാളുടെ പ്രൊസീഡിങ്സ് നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമേ അയാളുടെ ആരോപണങ്ങളിലെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട്, അതും പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരാളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്നൊക്കെ നമുക്ക് തത്വത്തിൽ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ആ അന്വേഷണം നടത്തുന്നത് DGP നേരിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അതിന് SP റാങ്കിലുള്ള IPS ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വരികയാണെങ്കിലും SI ആണെങ്കിലും CI ആണെങ്കിലും പോലീസുകാരാണല്ലോ അന്വേഷിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഡോക്ടർ ബി ജയരാജ്, ശരി, അന്വേഷണം നടക്കട്ടെ, ഇതിനു മുൻപും ഇതേ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം വിജിലൻസിന്റെ മേധാവിയായിരുന്നു. ADGP പോസ്റ്റാണ് ഉണ്ടായിരുന്നത്, പക്ഷെ വിജിലൻസിന്റെ മേധാവിയായിരുന്നു. ഇത്രയും ഈ ലോ ആൻഡ് ഓർഡർ ഈ ഒരു വലിയ പദവിയില്ലായിരുന്നു എന്നേ ഉള്ളൂ. ആ വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്ന് കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി എം.ആർ. അജിത് കുമാർ. ഷാജ് കിരൺ എന്ന ഒരു വ്യക്തി വഴി, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു, സ്വപ്ന സുരേഷ് ഇങ്ങനെ മൊഴി നൽകരുത് മുഖ്യമന്ത്രിക്ക് എന്ന രീതിയിൽ ഒരു ഇടപെടൽ അവിടെ നടത്തുവാൻ ശ്രമിച്ചു. അത് വലിയ വാർത്തയായി. സ്വപ്ന സുരേഷ് ഇത് വെളിപ്പെടുത്തുന്നു, ശബ്ദ സന്ദേശങ്ങൾ വെളിയിൽ വരുന്നു, വാട്സപ്പ് ചാറ്റുകൾ വരുന്നു. ഇതൊക്കെ വന്ന സമയത്ത് അന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് നഷ്ടമുണ്ടായിരുന്നു. അന്വേഷണം നടന്നു. അന്വേഷണ റിപ്പോർട്ടിൽ വന്നത് എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു അന്ന്. അതിൽ വന്നത് എം.ആർ. അജിത് കുമാർ തെറ്റുകാരനാണെന്നാണ്. അതുകൊണ്ട് വിജിലൻസ് മേധാവി സ്ഥാനം തെറിച്ചു. 4 മാസത്തിന് ശേഷം എന്താണ് ഉണ്ടായത്? അതിനേക്കാൾ വലിയ പദവിയിൽ സർവ്വപ്രതാപത്തോടും കൂടി എം.ആർ. അജിത് കുമാർ വരികയാണ്. അപ്പോൾ ഈ ഒരു സംശയം കിടപ്പുണ്ട്, എങ്ങനെ അതിന് സാധിച്ചു എന്ന്. അപ്പോൾ അവിടെ ഒരു ഡീൽ നടന്നോ എന്നുള്ള സംശയമുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ടൊരു വലിയ ഡീൽ നടത്തി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിച്ചു. അങ്ങനെ ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തയാളെ എങ്ങനെ മാറ്റാൻ പറ്റും? അതുമാത്രമല്ല, പല രഹസ്യങ്ങളും എം.ആർ. അജിത് കുമാർ വഴി വെളിയിൽ വന്നാലോ? ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. അപ്പോൾ അത് ദൂരീകരിക്കേണ്ടത് ആരാണ്? ഉടൻ തന്നെ നടപടിയെടുത്തുകൊണ്ടുള്ള ദൂരീകരണം നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പലതരത്തിലുള്ള കഴിഞ്ഞ 3 ദിവസമായിട്ട് നടക്കുന്ന മാധ്യമ വിചാരണ എന്ന് തന്നെ പറയാം. ആ മാധ്യമ വിചാരണ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. അല്ലെ തോട്ട പൊട്ടിച്ചിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാൻ ന്യൂസ് 18നെ കുറിച്ചല്ല പറയുന്നത്, മറ്റ് പല ചാനലുകളും ഇന്ന് രാവിലെ വിട്ട ന്യൂസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സുപ്രധാന ചാനൽ തൊട്ട വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികളെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സംസ്ഥാന ഏജൻസികളെല്ലാം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു തരത്തിലുള്ള ലിങ്കും സ്വർണ്ണക്കടത്തുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല സർക്കാരിനെതിരെ. ആകെപ്പാടുള്ളത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ പേരിൽ
നടപടിയെടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആരും ഇതിനകത്ത് ഡീൽ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുകയും ഈ സ്വർണത്തിന്റെ സോഴ്സ് എങ്ങോട്ടാണ് വന്ന സ്വർണം ഡിപ്ലോമാറ്റ് വഴി കടത്തി ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി വന്ന സ്വർണം ആർക്കാണ് പോയതെന്ന് പോലും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വന്നു എന്നുള്ളത് വാസ്തവമാണ്, പക്ഷേ അത് എവിടെയാണ് എത്തിയതെന്നുള്ള കാര്യം പോലും വളരെ കൃത്യമായിട്ട് ഒരു ഘട്ടത്തിലും എം ആർ അജിത് കുമാറിന് ഒരു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. അദ്ദേഹത്തിന് അന്വേഷണ ചുമതലയേ ഇല്ല. ആ അംഗം പോലുമല്ല അന്ന്. വിജിലൻസിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള അന്നത്തെ പ്രതികളുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡീലിംഗ്സ് നടത്തണമെങ്കിൽ എന്താണ് കാര്യമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും. അപ്പോൾ അത് എം ആർ അജിത് കുമാറിന്റെ സ്വാധീനം, പിന്നെ ഈ ഭരണതലത്തിൽ ഇരിക്കുന്നവരോടുള്ള അഗാധമായ കൂറ്, ഇതെല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടർ ബി ജയരാജ്. അതിന് ഈ തെളിവുകൾ എവിടെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ